ബോച്ചെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ ഈ നാട്ടിൽ പലവിധ വിഡ്ഢിത്തങ്ങൾ ചെയ്ത് വിടുവായത്തരം പറഞ്ഞ് ആളുകളെ രസിപ്പിച്ചും പരിഹസിച്ചും അശ്ലീല പരാമർശങ്ങൾ നടത്തി ഒരു രാജാവായിട്ട് വാഴുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ കോമാളിത്തരം കണ്ട് രസിക്കാനും കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധാരണക്കാർ മാത്രമല്ല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമൊക്കെ നിന്നു കൊടുത്തു. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം വർദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ ഹുങ്ക് വർദ്ധിച്ചു. പണമുണ്ട് എന്ന ഹുങ്ക് നേരത്തെ ഉണ്ട്. പിന്നെ മറഡോണയുടെ സുഹൃത്താണ് എന്ന ഖ്യാതിയുണ്ട്. സ്വന്തമായിട്ട് കള്ള് ഷാപ്പ് നടത്തുന്ന ആളാണ്. സ്വന്തമായിട്ട് നിരവധി സ്വർണ്ണാഭരണശാലകളുണ്ട്. പിന്നെ ഒടുവിൽ ഈ വിദേശത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ധനസമാഹരണം നടത്താൻ മുന്നിട്ടിറങ്ങി എന്നൊരു ഖ്യാതി, ഒരു നന്മ മരം എന്നൊരു മേന്മയും കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി തികഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇനി എന്തും ചെയ്യാം, എന്തും പറയാം എന്നൊരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിനിമാ നടിയെ വിളിച്ച് പുള്ളിയുടെ ഒരു ജ്വല്ലറി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമയത്ത് ഇവരോട് ഒട്ടും തന്നെ സന്തോഷകരമല്ലാത്ത രീതിയിൽ അദ്ദേഹം പെരുമാറുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിനുശേഷം ഈ നടിയെക്കുറിച്ച് പുള്ളി അസുഖകരമായ പരാമർശങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം ഇവരെ വീണ്ടും ചില ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചു. നടി അതിന് കൂട്ടാക്കിയില്ല. അതോടെ ഇദ്ദേഹത്തിൻ്റെ വിരോധം അല്ലെങ്കിൽ വൈരാഗ്യം വർദ്ധിച്ചു. അങ്ങനെ ഇദ്ദേഹം നിരന്തരമായ ആക്ഷേപവും അധിക്ഷേപവും പതിവ് പരിപാടിയാക്കി. അതേ തുടർന്നാണ് ഇവർ നിവൃത്തിയില്ലാതെ പരാതി കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ ബോച്ചയ്ക്കെതിരായിട്ട് നേരത്തെ തന്നെ ഒരുപാട് പേര് പരാതി കൊടുക്കേണ്ടായിരുന്നു. വളരെ പ്രായമായ സ്ത്രീകളോടും കൊച്ചു കുട്ടികളോടും വരെ ഇദ്ദേഹം അസഭ്യ ശൈലിയിലാണ് സംസാരിക്കാറുള്ളത്. കൈക്ക് അസ്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചപ്പം തന്നെ അയാളുടെ കരണക്കുറ്റി ചെകിട് പോയേക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അണപ്പല്ല അടിച്ച് താഴ്ത്തേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ കൈക്ക് അസ്ഥിയുള്ള ആളുകൾ വളരെ കുറവായിപ്പോയി. മറിച്ച് വഷളന്മാർ ഇതുപോലുള്ള വങ്കത്തരമൊക്കെ കേൾക്കുമ്പോൾ കൈയടിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടായത്. ഏതായാലും നടിയുടെ പരാതി മാത്രമല്ല, അതിനോടൊപ്പം മുഖ്യമന്ത്രിയെ കണ്ട് മുഖതാവിൽ സങ്കടം പറയുക കൂടി ചെയ്തപ്പോൾ പോലീസ് ഇടപെട്ടു. വലിയ വിഷയമായി. ഇയാളെ അറസ്റ്റ് ചെയ്തു, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതിയിൽ ചെന്നു. ഉടനെ തന്നെ ഊരി പോരാന്നാണ് വിചാരിച്ചത്. അത് നടന്നിട്ടില്ല. അതേപോലെ താൽക്കാലികമായിട്ടെങ്കിലും ജയിൽവാസം അനുഭവിക്കുകയാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നുള്ളതാണ് ഈ ബോച്ചയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ബോച്ച ഈ മാതിരി കോമാളിത്തരം കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യ നിലയെക്കുറിച്ച് തന്നെ നമുക്ക് സംശയമുണ്ട്. മറിച്ച് ഇദ്ദേഹത്തിൻ്റെ വക്കാലത്ത് പിടിച്ചു വന്നുള്ള വേറൊരു ഏഭ്യനുണ്ട്. ഏഭ്യൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും നീചമായ വാക്കുകളാണ് അയാളെക്കുറിച്ച് പറയേണ്ടത്. ഈ കുപ്രസിദ്ധനായ ശബരിമല തന്ത്രി കണ്ഠരര് മോഹനര് എന്ന് പറഞ്ഞ ഒരു വിദ്വാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനാണ് ഇയാൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ടറിയാം. മലയാളവും തെറ്റില്ലാതെ സംസാരിക്കും. അതുകൊണ്ട് ആരെക്കുറിച്ച് എന്ത് അസംബന്ധവും ചെയ്യാം. ഏത് പീഡകനെക്കുറിച്ചാണെങ്കിലും ഏത് ബലാത്സംഗ കേസിലെ പ്രതിയെക്കുറിച്ചാണെങ്കിലും പുകഴ്ത്തി പറയുക, അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുക, സാധൂകരിക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. വക്കീലന്മാർ വക്കാലത്ത് പിടിച്ച് വാദിക്കുന്നത് നമുക്ക് മനസ്സിലാവും. വക്കാലത്തൊന്നും ഇല്ലാതെ സ്വമനസാരെ അങ്ങോട്ട് ചെന്ന് സഹായിക്കുന്ന ഈ ശുംഭൻ അല്ലെങ്കിൽ ഈ ഏഭ്യൻ, അയാളുടെ പേര് രാഹുൽ ഈശ്വർ എന്നാണ്. ഇയാൾക്ക് ഈ പേരിട്ടത് തന്നെ തെറ്റാണ്. കാരണം ഇയാൾ ഈശ്വർ എന്നാണ് പേരിലുള്ളതെങ്കിലും പണി ചെയ്യുന്ന പണി പിശാചിൻ്റെയോ ചെകുത്താൻ്റെയോ ഒക്കെയാണ്. അങ്ങനെ രാഹുൽ പിശാച് അല്ലെങ്കിൽ രാഹുൽ ചെകുത്താൻ എന്ന് പറയാവുന്ന ഇയാൾ എല്ലാ പീഡന കേസിലെ പ്രതികളെ പുറകെ നടന്ന് സഹായിക്കുകയും അവരെ പ്രകീർത്തിക്കുകയും അവരുടെ ചെയ്തികളെ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ രണ്ടാമത്തെ സാംസ്കാരിക ദുരന്തം. ഏതായാലും നടി ഇയാൾക്കെതിരായിട്ട് പരാതി കൊടുത്തിട്ട് പോലീസ് ഇയാളെ അധികം വൈകാതെ തൂക്കിയെടുത്തുകൊണ്ട് പോകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇതുപോലുള്ള നിരന്തരമായ പരാമർശങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാർട്ടിയുടെയും സൈബർ ഗുണ്ടകൾ ഇത് തന്നെ ആവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് CPM ഗുണ്ടകൾ. അവർക്ക് പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല. പോലീസ് ഇവരെ കാണുമ്പോൾ എഴുന്നേറ്റേക്കും. അപ്പോൾ നാട്ടിൽ പൊതുവായിട്ടുള്ള ഒരു ക്രമസമാധാന തകർച്ചയൊക്കെ ആക്കം കൂട്ടുന്ന പ്രവൃത്തികളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ മത സമുദായ സംഘടനകളെ പിന്തുണയ്ക്കുന്ന ആളുകളും മറ്റ് കാശ്മീരന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് ഇന്നവെന്നൊന്നുമില്ല. മന്ത്രിമാരാണെങ്കിലും ശരിയാണ്, മാധ്യമപ്രവർത്തകരാണെങ്കിലും ശരിയാണ്, സിനിമാ നടികളാണെങ്കിലും ശരിയാണ്, സാധാരണക്കാരാണെങ്കിലും ശരിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽക്ക് അതിവൃദ്ധകരായ ആളുകൾ വരെ ഇതുപോലെയുള്ള ഈ സൈബർ ആക്രമണത്തിന് മറ്റു തരത്തിലുള്ള വെർബൽ അബ്യൂസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒട്ടും തന്നെ അഭിമാനകരമായിട്ടുള്ള കാര്യമല്ല. സർക്കാരിൽ നിന്ന് ഈ കാര്യത്തിലൊന്നും നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ പ്രീണിപ്പിക്കുകയും
അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭ്യം നേടിയെടുക്കാൻ ഉള്ള ശ്രമമാണ് എല്ലാ കേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ സർക്കാർ സന്ദർഭത്തിനൊത്ത് ഉയരുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓരോരുത്തരും അവരവരെ തന്നെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ഈ ബോച്ചെ എന്ന് പറഞ്ഞവൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ടാണോ അല്ലെന്ന് നമുക്കറിയില്ല. ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഈ ഫാൻസുകാരാണ് വലിയ വലിയ കുഴപ്പത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. ഫാൻസുകാർ കാശ് മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇതുപോലുള്ള ആഭാസന്മാർക്ക് വേണ്ടി ഫ്ലക്സ് വയ്ക്കുകയും ഇവരുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പോസ്റ്റ് ഇടുകയും ചെയ്യുമ്പോൾ ഈ ബോച്ചയും അതുപോലുള്ള ആളുകളെന്താ വിചാരിക്കുന്നത് ഇവർക്ക് വലിയ ജനപിന്തുണയാണ് എന്നാണ്. സത്യത്തിൽ ഈ ഫാൻസ് ചെയ്യുന്നത് വലിയ ദ്രോഹമാണ്. അവരെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പിന്തുണ കൊടുക്കാൻ പറ്റുകയില്ല ഈ ഫേസ്ബുക്കിൽ തള്ളിമറിക്കലല്ലാതെ. മറിച്ച് ഇതിൻ്റെ കൂടി പരിണതഫലം അനുഭവിക്കേണ്ടി വരുന്ന ആരാണ്? ഈ ജയിലിൽ കിടക്കുന്ന ബോച്ചയാണ്. കാരണം അടുത്ത ദിവസം കേസ് അതിനു മുമ്പ് പ്രോസിക്യൂട്ടർ ഈ ബോച്ചയെ പ്രകീർത്തിച്ചുകൊണ്ടും സിനിമാ നടിയെ ആക്ഷേപിച്ചുകൊണ്ടുമുള്ള പോസ്റ്റുകളുടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് ജഡ്ജിക്ക് വായിക്കാൻ കൊടുത്താൽ എങ്ങനെയുണ്ടാവും? മാനസികമായിട്ട് ജഡ്ജി എതിരാവും. നമ്മുടെ ജഡ്ജിമാരൊക്കെ യുറാനസിൽ നിന്നോ നെപ്റ്റ്യൂണിൽ നിന്നൊന്നും വരുന്നവരല്ല. അവരൊക്കെ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് വലുതായി വക്കീലായി പിന്നെ ജഡ്ജിയാവുന്ന ആളുകളാണ്. മാതൃഭൂമി, മലയാള മനോരമയൊക്കെ വായിക്കുന്നവരാണ്. ഏഷ്യാനെറ്റും 24 ന്യൂസും ഒക്കെ കാണുന്നവരാണ്. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ആരാണ് എന്താ എന്നുള്ള കാര്യം അവർക്ക് എന്നിട്ട് ഹൂ ഈസ് ഹൂ അല്ലെങ്കിൽ വാട്ട് ഈസ് വാട്ട് എന്ന് അറിയുന്നവരാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജഡ്ജിമാരും. അപ്പോൾ അവരുടെ വിധികളെ വിപരീത അർത്ഥത്തിൽ സ്വാധീനിക്കാൻ പോലും ഇതുകൊണ്ട് സാധിക്കും. ഇപ്പോൾ കേസ് വിധിക്കുന്ന ജഡ്ജിയെ ആക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ച ന്യായാധിപയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക, ഇതൊക്കെ അവിടെ അപ്പത്തിൻ്റെ എത്തും. മിനിറ്റ് വെച്ച് ബന്ധപ്പെട്ട ആളുകളുടെ ചുവട്ടിലെത്തും. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ആരാണ്? ഈ പോസ്റ്റ് ഇടുന്ന ആളല്ല. ആർക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നുവോ ആ വ്യക്തിയാണ്, അതായത് ബോച്ചയാണ്. അപ്പോൾ ബോച്ചയുടെ കുഴി കുഴിക്കാനായിട്ട് ഇതുപോലെ സ്വയം പ്രഖ്യാപിതരായിട്ടുള്ള ചില അംബാസഡർമാരും ബ്രാൻഡ് അംബാസഡർമാരും വക്താക്കളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന തൊട്ടിത്തരത്തിന് പഴി കേൾക്കേണ്ടി വരുന്നതും ബോച്ച തന്നെ ആയിരിക്കും. ഏതായാലും ബോച്ചയെ ദൈവം രക്ഷിക്കട്ടെ. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴെങ്കിലും അദ്ദേഹത്തിന് സൽബുദ്ധി തോന്നട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആകെ പ്രാർത്ഥിക്കാനുള്ളത്.